കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാകത്തില്ല. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഏറെ വെപ്രാളത്തോടുകൂടി അല്ലെങ്കിൽ ഏറെ വിഷമത്തോടു കൂടി ആലോചിച്ചിരുന്നു എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം വിഷമത്തിലാക്കി ഒരു അമ്മയുടെ വായിൽ നിന്ന് നമ്മളത് കേൾക്കേണ്ടി വന്നപ്പോഴത്തേക്ക് കേരളക്കരെ ആകെ ഞെട്ടി വരച്ചിരിക്കുകയാണ്. സ്വന്തം അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നു. വെറും 3 വയസ്സുകാരിയായ കല്യാണിക്കാണ് ഈ അനുഭവം സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നുണ്ടായിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മരണം. എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ കുഞ്ഞ്? 3 വയസ്സുകാരിക്ക് എന്തറിയാം? ആ അമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്നുള്ളൊരു തെറ്റാണോ അവൾ ചെയ്തത്? തിരുവനന്തപുരം സ്വദേശിയായ സുഭാഷ്, സന്ധ്യ എന്നിവരുടെ മകളായ കല്യാണി 3 വയസ്സുകാരിയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നും മരിച്ച നിലയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. വളരെ വിഷമകരമായ വാർത്ത, കേരളത്തെ ഞെട്ടിച്ച വാർത്ത. സ്വന്തം അമ്മയുടെ കൈ കൊണ്ട് മരിക്കുന്ന മറ്റൊരു കുഞ്ഞ്. ഇത്തരം വാർത്തകൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയുടെ കൈകളാൽ മരണപ്പെടുന്നത്. ഇത് തുടർ കാലങ്ങളിൽ ഏകദേശം 10-ലധികം കുട്ടികളാണ് സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്തരം ദാരുണമായ അനുഭവങ്ങൾ ഏറ്റ് മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് കേരളത്തിലെ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു കൊലപാതകം ഈ ഒരു അമ്മ ചെയ്തിട്ടുണ്ടാകുന്നത്? കഴിഞ്ഞ ദിവസം 3 മണിയോട് കൂടിയിട്ടാണ് സന്ധ്യ സ്വന്തം കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്നും വിളിച്ചിട്ട് വരുന്ന വഴിയിൽ തന്നെയാണ് കുട്ടിയെ ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഏകദേശം 7 മണിയോട് കൂടിയിട്ട് സന്ധ്യ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയെന്നാണ് സന്ധ്യയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പലപ്പോഴും പല കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ തന്നെയാണ് സന്ധ്യയെ തിരക്കി സുഭാഷ് വീട്ടിലെത്തുകയും സുഭാഷ് തിരക്കുമ്പോഴും ഇത്തരം പല കാര്യങ്ങൾ പറയുമ്പോൾ സംശയം ഉളവാക്കിയത് കൊണ്ടാണ് സുഭാഷ് പോലീസിൽ അറിയിച്ചത്. എന്താണ് സന്ധ്യ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ. ഇപ്പോൾ മീഡിയകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, മറ്റു മാധ്യമങ്ങളെല്ലാം പറയുന്നത് സന്ധ്യയ്ക്ക് മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇവർ പലപ്പോഴും കുട്ടികളെ ഉപദ്രവിച്ചുവെന്നും പല രീതിയിലുള്ള പീഡനങ്ങൾ ഈ കുട്ടികളെ ചെയ്തിരുന്നുവെന്നും എല്ലാം പറയാൻ സാധിക്കുന്നു. എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും സ്വന്തം അമ്മ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം സ്വന്തം 3 വയസ്സുകാരെ ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം കുഞ്ഞിനെ ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കേട്ടിരിക്കുന്ന നമുക്ക് പോലും വിഷമം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാർത്തയാണിത്. ഏകദേശം 12 വർഷത്തോളമായി ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനകത്ത് ഇവർക്കൊരു മൂത്ത കുട്ടി കൂടിയുണ്ട്. മൂത്ത കുട്ടിക്ക് ഏകദേശം 10 വയസ്സ് പ്രായമുണ്ട്. ഓക്കെ, ഈ കുട്ടി ഇപ്പോൾ പറയുന്നത് അമ്മയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ക്രൂരപ്രവൃത്തികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും ഇതിനു മുമ്പ് ഒരു തവണ എങ്ങാണ്ട് കുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നു, അതുപോലെ തന്നെ ഒരു തവണ ടോർച്ച് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരം വാർത്തകളാണ് കുട്ടികൾ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറയുന്നത്. സ്വന്തം അമ്മ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെയില്ല. പക്ഷെ സ്വന്തം കുഞ്ഞിനോട് നീ ഇത് കാണിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു. നിന്റെ വയറ്റിൽ ജനിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ആ കുഞ്ഞ് ജനിച്ചിട്ടുള്ളൂ. വെറും 3 വയസ്സുകാരി. നിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ആ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും നീ അതിന് ബലിയേടാക്കേണ്ടി വന്നിരുന്നത് ഒരു കുഞ്ഞിനെയല്ല, ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെ. ഒരു 3 വയസ്സുകാരി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അവൾ എന്ത് കാരണക്കാരിയായി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിനക്ക് നേരെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അവസാനമായി നമുക്ക് കേൾക്കാനിടയായ, അല്ലെങ്കിൽ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് കേൾക്കാനിടയായ ഒരു വാർത്തയാണ് ബദർ വീട്ടിൽ നിന്നുണ്ടായ പീഡനം കൊണ്ട് മാത്രമാണ് തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ തൻ്റെ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ആ വീട്ടുകാരെ ഏൽപ്പിച്ച മുറിവാണ്, മനസ്സിലേൽപ്പിച്ച പാടുകളാണ് അവളെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയതാണ്. കഴിഞ്ഞ 10-11 വർഷങ്ങളായി അവൾ അനുഭവിക്കുന്ന ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളാണ് അവളുടെ ജീവിതം തന്നെ ഇങ്ങനെ ആക്കിയത്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ആ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയത്. ആ വിറങ്ങലിച്ച ശരീരത്തെ ഇപ്പോൾ നമ്മുടെ എല്ലാം മണ്ണിൽ നിന്നും അവൾ യാത്രയായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായിട്ടും കൂടുതൽ വിശദമായ ചർച്ചകളുമായിട്ടും ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ എല്ലാം നാട്ടിൽ ഇത്തരം വേദനകരമായ ഓരോരോ വാർത്തകളാണ് നമ്മളെ എല്ലാം തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ, ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെയാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാർ തമ്മിലുള്ള പിണക്കങ്ങളോ ഇണക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ കാരണം അവൾ ഇന്ന് ഒരു ബലിയേടായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയേടായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായ ആരും തന്നെ ഇല്ല. ചില സമയങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം പ്രശ്നങ്ങൾ നിറവേറുന്നതും അല്ലെങ്കിൽ എത്രത്തോളം ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുക. ആലോചിച്ചും കണ്ടും മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ ഒരേ ഒരു ജീവിതമാണ്, അത് ആസ്വദിച്ച് മാത്രം തീർക്കുക. വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കി തീർക്കരുത്. എന്ത് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായാലും അതിന് പരിഹാരമുണ്ടാകും. അത്തരം പരിഹാരങ്ങളിലൂടെ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ. സ്നേഹത്തോടെ നിർത്തുന്നു. അഖിൽ.